ഇത് ശരിക്കും ഒരു ലക്കി ഡേ ആണോ അതോ അൺലക്കി ഡേ ആണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ആദ്യമായിട്ടൊന്ന് സൈക്കിൾ എടുത്തപ്പത്തിന് എന്തൊക്കെയാ ഈ കൊച്ചു ഭാഷയിൽ നടന്നു പോയതെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി. എനിവേ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ റൂമിന്റെ തൊട്ടടുത്ത് ബീച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഈവെന്റ്സിൽ നമ്മൾ അവിടെയാണ് നടക്കാൻ പോവാറുള്ളത്. ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി കെരീം ബൈക്ക് എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ ആപ്പിലൊക്കെ കയറി 45 മിനിറ്റ്സിന് 2 ബൈക്കാണ് എടുക്കാൻ പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓരോ ബൈക്കും സ്കാൻ ചെയ്തപ്പോൾ അതിനനുസരിച്ച് പേയ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. പെർ സ്കാനിങ്ങിന് 20 ദിർഹംസ് വീതം. ബട്ട് ലാസ്റ്റ് നമുക്ക് അതൊക്കെ റീഫണ്ട് കിട്ടിട്ടോ. ഫൈനലി നമ്മൾ ബൈക്ക് കിട്ടിയതിന് ശേഷം നന്നായിട്ട് നമ്മൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ അത്യാവശ്യം നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഫസ്റ്റ് ഇൻസിഡന്റ് ഉണ്ടായത്. ഇവിടെ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് പോലീസ് പിടിച്ചത്, അതും ഈ സൈക്കിൾ ഓടിച്ചിട്ട്. ഫസ്റ്റ് ഒന്ന് പേടിച്ചെങ്കിലും വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവര് ഹെൽമെറ്റ് ഇടാത്തീന്ന് ജസ്റ്റ് ഒന്ന് വാർണിംഗ് തന്നു. അടുത്ത തവണ ഇനി സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടണം എന്ന് പറഞ്ഞിട്ട് അവര് അതിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ കൈറ്റ് ബീച്ചിന്റെ അവിടെ പോയി. പിന്നെ തിരിച്ചു വരുന്ന ഇടയിലാണ് നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് സായിന്റെ ഫോണ് റോഡിൽ വീണുണ്ടായിരുന്നു. അതിന്റെ മുകളിലൂടെ കാറ് കയറി ഇറങ്ങണത് എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സായിന്റെ ഫോണാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അതിന്റെ മുകളിൽ കാറ് കയറി ഇറങ്ങി. ഫോൺ ഇനി എടുക്കാനുണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് അതിനൊന്നും പറ്റിയില്ല. ഒരു സ്ക്രാച്ച് പോലും വീണില്ല, അൽഹംദുലില്ലാ. അങ്ങനെ ആ ഒരു സന്തോഷത്തിന് നമ്മൾ പിന്നെ അങ്ങനെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാൻ നമ്മൾ നേരെ സൽക്കാരിലോട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്ത് നല്ല നൂൽ പൊറാട്ടയും ഫിഷ് കറിയും പിന്നെ അതുപോലെ തന്നെ ഫിഷ് തവിയും കഴിച്ച് നമ്മൾ അവിടുന്ന് മടങ്ങി. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.